മലപ്പുറം ജില്ലാ കലോത്സവം ഇന്ന് രണ്ടാം ദിവസം പുരോഗമിക്കുകയാണ്. ഇത് ഇന്നത്തെ ഉച്ച ഭക്ഷണം കഴിഞ്ഞ് ഞാൻ ഭക്ഷണ കൗണ്ടറിനകത്താണ് ഞാനുള്ളത്. ഇവിടെ 9 കൗണ്ടറുകളിലായിട്ടാണ് ഇവിടെ എത്തുന്ന ആളുകൾക്ക് ഭക്ഷണം നൽകുന്നത്. അതൊന്നുമല്ല ഇന്നത്തെ ഹൈലൈറ്റ്. ഇന്ന് 15,000-ലധികം ആളുകൾ ഭക്ഷണം വയറ് നിറച്ച് അല്ലെങ്കിൽ മനസ്സ് നിറച്ച് ഇവിടുന്ന് പുറത്തുപോയി എന്നതല്ല ഇവിടുത്തെ ഹൈലൈറ്റ്. ഇന്നലെ രാത്രി വൈകിട്ടോട് കൂടി ഒരു 4:00 കൂടിയ അതിശക്തമായ കാറ്റിൽ ഈ പന്തലിന്റെ 85% ഭാഗം തകർന്നു പോയിരുന്നു. പക്ഷെ അത് ഇന്ന് കലോത്സവം തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ അതെല്ലാം പരിഹരിച്ച് ഒരു രീതിയിലുള്ള പ്രശ്നങ്ങൾക്കും ഇല്ലാതെ അതിജീവിച്ചു. നിങ്ങൾ എങ്ങനെയായിരുന്നു അതിന്റെ ഒരു? തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് ഇന്നലെ ആ ഒരു കുട്ടികളെ ഭക്ഷണം കൊടുത്തതിന് ശേഷം ആ കാറ്റും മഴയും വന്നത്. അത് സാധാരണ ഇന്നലെ അല്ല, ഇന്നാണ് ശരിക്കും ഭക്ഷണ വിതരണം തുടങ്ങുന്നത്. ഇന്നലെ സ്കൂളുകൾ 2 സ്കൂളുകൾ ഗേൾസും ബോയ്സും തിരുവാളി സ്കൂളും വെച്ച ഭക്ഷണം ഈ കൗണ്ടറിൽ വെച്ചിട്ട് വിതരണം ചെയ്യുകയുണ്ടായത്. അതിനുശേഷം വന്ന റിവ്യൂ മീറ്റിംഗ് നടക്കുന്നിടയ്ക്കാണ് ഈ സംഭവം ഇതായത്. പക്ഷേ നമ്മൾ പ്രതീക്ഷയിൽ അപ്പുറത്തായി അതിന്റെ ആ ഒരു പന്തലിന്റെ ഒരു ഇത്. പക്ഷേ ആ ആഘാതം നമ്മളൊന്നും ആകെ തരിച്ചുപോയി എന്നുള്ള സത്യമാണ്. പക്ഷെ ഉടനടി തന്നെ ബഹുമാനപ്പെട്ട ഇതിനെ ജനറൽ കൺവീനർ DD സാറ് മീറ്റിംഗ് വിളിക്കുകയും എല്ലാ കൺവീനർമാരെ മീറ്റിങ്ങുകളും വെച്ച് അവിടെ നിന്ന് കൃത്യമായിട്ട് സ്റ്റേജ് ആൻഡ് പന്തല് അതുപോലെ തന്നെ അതിന്റെ എല്ലാ ആളുകളെയും വിളിച്ച് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അത് തികച്ചും യാദൃച്ഛികമായ ഒരു പ്രകൃതിക്ഷോഭം വന്നതാണെന്ന രീതി ആയിക്കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അവരത് ചെയ്തു തരാമെന്ന് പറയും. ഇന്നലെ സംഭവിച്ചു. ഇന്ന് 7 മണിയോടുകൂടി വളരെ കൃത്യമായിട്ട് പന്തലിന്റെ പണി അവർ പൂർത്തീകരിച്ചു തന്നു. ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത പന്തലിന്റെ പണി പൂർത്തി. പക്ഷെ അതേസമയം തന്നെ എണ്ണയിട്ട യന്ത്രം പോലെ നമ്മുടെ ഫുഡ് കമ്മിറ്റി അങ്ങനെ സംഭവം നടന്നിട്ടില്ല എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു, ഈ 20ഓളം പാചക തൊഴിലാളികൾ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് നമ്മൾ ഇന്ന് 11 മണിയോടുകൂടി ഏകദേശം സെറ്റ് ചെയ്തു. 11 കൗണ്ടറുകൾ വർക്ക് ചെയ്തു. അതുപോലെ തന്നെ ഏകദേശം ഈ സമയമാകുമ്പോൾ 11 മണിക്ക് ഭക്ഷണ വിതരണം ആരംഭിച്ചു. ഈ സമയമാകുമ്പോൾ 6000-ലാണ് ആളുകൾക്ക് ഭക്ഷണം, സ്വാദിഷ്ടമായ ഭക്ഷണം കൊടുക്കാൻ കമ്മിറ്റിക്ക് കഴിഞ്ഞു. മത്സരാർത്ഥികൾ മത്സരാർത്ഥികൾ 3600-ലാണ് ഇന്നുള്ളത്. ഒഫീഷ്യൽസും മറ്റ് വളണ്ടിയേഴ്സും ഒക്കെ കൂടി അടക്കമുള്ള ആളുകളാണ് ഈ 6000 പുറത്തു വരുന്നത്. അപ്പോ ഈ രീതിയിലൊക്കെയാണ് സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയത്. പ്രകൃതിക്ഷോഭം സംഭവിച്ചു, അത് ഒരു ഇതായി കഴിഞ്ഞാലും തീർന്നു. ഇനി എത്ര ആളുകൾ ഇപ്പൊ ഇനി 3 ദിവസം 4 ദിവസം ബാക്കി നിൽക്കുകയാണ്? എത്ര ദിവസമാണ് ഇനി ഭക്ഷണം? 3 ദിവസമാണ് നിൽക്കുന്നത്. നമുക്ക് നാളത്തെ ദിവസം ഏകദേശം ഒരു 3800 ആളുകളുണ്ടായിരിക്കും. അടുത്ത 2 ദിവസങ്ങളും ഏകദേശം 3000-ഓളം ആളുകൾ ഉണ്ടായിരിക്കും. ഇവർക്കുള്ള എല്ലാ സജ്ജീകരണങ്ങളും സജ്ജമാണ്. അതൊരു വിഷയമില്ല. ഏതൊക്കെ ഭക്ഷണങ്ങളൊക്കെ ഏതൊക്കെ സമയങ്ങളൊക്കെ? നമ്മള് രാവിലെ ഇന്ന് രാവിലെ പ്രഭാതഭക്ഷണം നടത്തിയില്ല, കാരണം പന്തലിന്റെ പ്രശ്നം കൊണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുത്തു, ഉച്ചഭക്ഷണം കൊടുത്തു. വൈകുന്നേരം ചായയും ബജിയും കൊടുക്കും. പിന്നെ രാത്രി ചോറ് കൊടുക്കും. നാളെ രാവിലെ പ്രഭാതഭക്ഷണം കൊടുക്കും. ഉച്ചയ്ക്ക് ഉച്ചഭക്ഷണം, പിന്നെ വൈകുന്നേരം ചായ, രാത്രി. ഇത് 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഹോട്ടലാണ്. പൂർണ്ണമായിട്ട് ഹോട്ടലല്ലേ, സംശയമൊന്നുമില്ല. എല്ലാ ദിവസവും പായസം ഉണ്ട്. എല്ലാ ദിവസവും ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട MLA-മാര് 2 AP അനിൽകുമാർ സാറും അതുപോലെ തന്നെ ആര്യണം ബാബു സാറും അവര് സഹകരിക്കുന്നുണ്ട് ഇതിന്. അതേപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ, പിന്നെ മറ്റ് എല്ലാവരും അത്ഭുതാംശങ്ങൾ മുഴുവൻ പായസം കൊടുക്കാൻ സഹായിക്കുന്നുണ്ട്. ഇന്നലെ ഇവിടെ വന്ന് കണ്ടാലേ ഇന്നലത്തെ ആ രംഗം ഞാൻ കണ്ട ആളാ. അത് വെച്ച് കാണുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കൂല ഇന്ന് ഇങ്ങനെ കൊടുക്കാൻ സാധിക്കും. TD സാറിന്റെ നേതൃത്വത്തിൽ അത് തരാൻ ഉറപ്പ് വന്നപ്പോൾ ഞങ്ങൾ രാത്രി 9:30 കൂടിയിട്ടാണ് വീണ്ടും പെട്ടെന്ന് തന്നെ മീറ്റിംഗ് കൂടുകയും എല്ലാ സംഘടനാ പ്രതിനിധികളൊക്കെ വിളിച്ചു വരുത്തി. ഇന്നിവിടെ എനിക്ക് തോന്നുന്നു അങ്ങനെ ക്യൂ എന്ന് പറയുന്ന സാധനം പുറത്തുണ്ടായിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇങ്ങനെ സംഭവം നടന്നപ്പോ 15ഓളം കമ്മിറ്റികള്, ഇതിലെ പല സ്റ്റേജ് പന്തല്, പിന്നെ വൈദ്യുതി, പിന്നെ മറ്റെല്ലാ കമ്മിറ്റികളും ഒറ്റ മനസ്സോട് കൂടിയിട്ട് ഈ ഒരു സംഭവം നടത്താൻ വേണ്ടി ബഹുമാനപ്പെട്ട മലപ്പുറം DD-യുടെ നേതൃത്വത്തിൽ അത് വളരെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഫലമാണ് ഇന്ന് ഈ വിജയം. വരും ദിവസങ്ങളിലും മനസ്സിൽ വെച്ച് ഇവിടുത്തെ ആളുകളെ പറഞ്ഞുവിടാൻ കഴിയട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. കമ്മിറ്റിക്ക് എല്ലാവിധ ഭാഗങ്ങളും. ക്യാമറ പേഴ്സൺ വിനീഷ് കർണയോടൊപ്പം